കാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേൽ മംഗളശീലേ. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാചീന കവിത്രയത്തിലെ ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് അടുത്തുള്ള തുഞ്ചൻ പറമ്പിലാണ് കവിയുടെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഐതിഹ്യങ്ങളാലും അർദ്ധസത്യങ്ങളാലും മൂടപ്പെട്ട് കിടക്കുകയാണ്. 51 അക്ഷരങ്ങളുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയത് എഴുത്തച്ഛനാണെന്ന് കരുതപ്പെടുന്നു. കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലുള്ള കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. ഇത് പുരാണേതിഹാസങ്ങൾ സാധാരണക്കാരനിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. ശുദ്ധമായ മലയാളത്തിലല്ല എഴുത്തച്ഛൻ തന്റെ രചനകൾ നിർവഹിച്ചിരുന്നത്. സംസ്കൃതത്തിന്റെ ആധിക്യം അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം. അദ്ദേഹം ഉപയോഗിച്ച സംസ്കൃത പദങ്ങളാകട്ടെ പിന്നീട് ജനകീയമായി. എഴുത്തച്ഛൻ കവിതകൾ കേരള ജനതയെ മാനസികമായും സാംസ്കാരികമായും ഉത്തേജിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്തു. രാജാക്കന്മാർ വരച്ചിട്ട അതിർത്തികൾക്കപ്പുറത്തേക്ക് എഴുത്തച്ഛന്റെ കവിതകൾ വളർന്നു. ദേശഭേദമില്ലാതെ എല്ലാ കേരളീയരും അതിനെ നെഞ്ചേറ്റി. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, ഭാഗവതം കിളിപ്പാട്ട്, ചിന്താരത്നം, ബ്രഹ്മാണ്ഡ പുരാണം, ശിവപുരാണം, ദേവി മാഹാത്മ്യം, ഉത്തര രാമായണം, ശതമുഖ രാമായണം, കൈവല്യ നവനീതം എന്നീ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റെതായി കരുതപ്പെടുന്നു. 1964 ജനുവരി 15 തുഞ്ചൻ സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എഴുത്തച്ഛന്റെ സ്മരണ നിലനിർത്തുന്നതിനായി ഇവിടെ എല്ലാ വർഷവും തുഞ്ചൻ ദിനം ആഘോഷിക്കുന്നു. വർഷം തോറും അനേകം കുട്ടികൾ ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നതിനായി എത്തിച്ചേരാറുണ്ട്. ദേശസഞ്ചാരം കഴിഞ്ഞ് സ്വദേശത്ത് തിരിച്ചു വന്ന് എഴുത്തച്ഛൻ ജീവിതാവസാനം കാലം ചെലവിട്ടത് ചിറ്റൂർ മഠത്തിലായിരുന്നു. സന്യാസം സ്വീകരിച്ച് ചിറ്റൂരിൽ ഒരു ഗുരുമഠം സ്ഥാപിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് ഗുരുമഠം. രാമാനന്ദ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ മെതിയടിയും യോഗദണ്ഡം സൂക്ഷിച്ചിരിക്കുന്നു. എഴുത്തച്ഛന്റെ സമാധി ചിറ്റൂരിലെ മഠത്തിൽ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഡിസംബർ 31 തുഞ്ചൻ ദിനമായി ആചരിക്കുന്നു. എഴുത്തച്ഛന്റെ സ്മരണാർത്ഥം സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി വരുന്നു. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് 1993 ശ്രീ ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശ്രീ NS മാധവനും. മാതൃഭാഷാ അഭിമാനം വളർത്താനും മലയാളത്തിൽ നിരവധി പഠനങ്ങൾ നിർവഹിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് 2013 തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയും സ്ഥാപിക്കപ്പെട്ടു. മലയാളത്തിന് വേണ്ടി ഒരു സർവകലാശാലയല്ലത്. മലയാള സർവകലാശാലയിൽ ലോകത്തെ സമസ്ത വിജ്ഞാനങ്ങളും മലയാള ഭാഷയിൽ പഠിക്കുന്നതിനും മലയാള ഭാഷയിൽ അറിവ് നേടുന്നതിനും മലയാളിക്ക് ആത്മവിശ്വാസം പകർന്നു വരുന്നു. ഇത് തന്നെയാണ് മലയാള സർവകലാശാലയുടെ ലക്ഷ്യം. 2012 നവംബർ 1 കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് മലയാള സർവകലാശാല ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ L സുഷമയാണ് ഇപ്പോൾ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ. മലയാള ഭാഷയ്ക്ക് കാലാതീതമായ കാവ്യവിസ്മയം സമ്മാനിച്ച കവിക്ക് പ്രണാമം.